എല്ലാവർക്കും നമസ്കാരം. സന്തോഷം മാത്രമല്ല, വളരെ നന്ദി എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ സ്റ്റേജിലാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ 20 വയസ്സ് മുതൽ ഞാൻ സിനിമയിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ സിനിമ 21 വയസ്സിൽ ലാലേട്ടൻ്റെ മൈ ഫസ്റ്റ് മൂവി വാസ് വിത്ത് ലാലേട്ടൻ when I was 21 years old. അത് കഴിഞ്ഞ് ചെയ്തു. പിന്നെ പക്ഷേ സ്റ്റേജുകളിലാണ് നിങ്ങളെല്ലാം എപ്പോഴും കാണുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്കൊരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. 20 മുതൽ 23 വയസ്സിൻ്റെ ഇടയ്ക്കൊരു 10 പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ ലെവൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാൻ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്തിട്ടാണ് അത് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് നന്ദി പറയാനുള്ള ടൈംസ് മ്യൂസിക്കിൻ്റെ ഹെഡ് പ്രമോദ് ശങ്കർ വാസ് ഹെഡ് ഓഫ് ദാറ്റ് പ്രൊജക്റ്റ്. ഈ ഒരു സീക്രട്ട് ചാൻസ് എന്ന് പറഞ്ഞ ഈ 10 ആൽബം സംഭവിച്ചത് നമുക്കറിയാം. കാരണം നമ്മുടെയൊക്കെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതിർത്തികളാണല്ലോ മതം എന്ന് പറയുന്ന അതിർത്തി. ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന എനിക്കത് അങ്ങനെ അതിർത്തി നമ്മുടെ സൊസൈറ്റി ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് എന്ത് നടക്കുന്നു നമുക്ക് അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നില്ല. പക്ഷെ എനിക്കതൊക്കെ മാറേണ്ട വന്നു. കാരണം മ്യൂസിക് അല്ലെങ്കിൽ കല, സംഗീതത്തിന് ആ അതിർത്തികൾ കെട്ടരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിർത്തി പൊളിച്ചിട്ടാണ് ഞാൻ അന്ന് ആ പ്രൊജക്റ്റ് ചെയ്തത്. എൻ്റെ വീട്ടിലും ചുറ്റുപാടൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞു. അത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ പല ലോകത്തിൻ്റെ പല നാനാഭാഗത്തു നിന്നും എനിക്കിങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട്. നല്ല രസമുണ്ട് ഇന്നത്തെ വേദങ്ങൾ കേൾക്കാനും. വേദങ്ങൾ മുഴുവൻ ഹാർമണൈസ് ചെയ്ത് 10-60 പേരെ കൊണ്ട് പാടിച്ച് ആ വേദങ്ങൾ കേട്ടതാണ് എൻ്റെ ഈ സിനിമയിലത്തെ നായകനും പ്രൊഡ്യൂസറായിട്ട് വിഷ്ണു മച്ചു. എനിക്കൊരു ഫോൺ വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹി ടുക്ക് മീ ടു ഹൈദരാബാദ്. എനിക്ക് ഞാൻ തെലുഗു സിനിമ അധികം കണ്ടിട്ടില്ല. എന്നപോലെ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി. ഞാൻ അവിടെ ചെന്ന് സുന്ദരനായ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കണം. ഇത് നടക്കുന്നത് 7 വർഷം മുമ്പ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ശിവന്റെ പടം അപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. ഇതിൻ്റെ ഇങ്ങനെ സിനിമ എനിക്ക് തരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഈ ആൽബം മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അതിൻ്റെ മ്യൂസിക്കിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം വരുന്നത്. 6 വർഷം മുമ്പ് പക്ഷെ അത് നടന്നു. 2-3 വർഷം സംസാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ വിളിച്ചു, ഈ സിനിമ തുടങ്ങാൻ പോകണം, നീ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് നീ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ പടത്തിന് സൈൻ ചെയ്തു. ഓരോ പാട്ടും ടോട്ടലി ഇത് ഒരു 12 പാട്ടിൻ്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ ഏറ്റവും അധികം പാട്ട് വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ നായകന്മാർക്കും ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ നായകൻ്റെ തുടക്കം. പിന്നെ പാട്ടുകൾ ഫുൾ സോങ് വെച്ചിട്ടുള്ള പടം. ഒരു 12 ലാസ്റ്റ് വീക്ക് ഹി കൺഫേം 1 more സോങ്. യുദ്ധത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതും 3.5 മിനിറ്റ് നിൽക്കുന്ന 12 മിനിറ്റ് നിൽക്കുന്ന ഒരു യുദ്ധമാണ്. നിങ്ങൾക്കറിയാം അതിന് എത്ര പൈസ ചിലവായെന്ന് എനിക്കറിയില്ല. കാരണം കാണുമ്പോൾ തന്നെ ഞെട്ടലോടെയാണ് ആ സിനിമ നിൽക്കുക, ആ യുദ്ധത്തിൻ്റെ ഭാഗം. അതൊരു 3.5 മിനിറ്റ്. ടോട്ടലി 13 പാട്ട് അടങ്ങുന്ന സിനിമയാണിത്. ഇതൊരു ഇതിഹാസമായിട്ട് മാറുന്ന ഒരു സിനിമയാണ്. കാരണം നേരത്തെ പറഞ്ഞു 5 പ്രാവശ്യം ഭക്ത കണ്ടപ്പോൾ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോസ്റ്റ് മോഡേണൈസ് വേയിലും ഇത്രയധികം ലെജൻസ് ഇറങ്ങുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ വലിയൊരു സ്റ്റെപ്പാണ് ഞാൻ ഈ പാൻ ഇന്ത്യ സിനിമ കൈവച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യോ? അത് മതി. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വർക്ക് ചെയ്തത് വളരെ സമയമെടുത്തിട്ടാണ്. കുറേ ചാലഞ്ചസ് എനിക്കുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങൾ ഐതിഹ്യങ്ങൾ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അത് വിഷ്ണു അതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദ എൻറ്റയർ ടീം, ഈവൻ മുകേഷ് സിംഗ് സാർ ആൻഡ് എവറി ആക്ടർ ഇൻക്ലൂഡിങ് മുകേഷ് സിംഗ്. സോ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ വില്ലനാണ് ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന റോള് കണ്ട നിങ്ങളൊക്കെ അദ്ദേഹത്തിന് അതൊരു വില്ലനെ അല്ല, വളരെ നൈർമല്യമുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റോൾ വാട്ട് യു ഡു ഇൻ ദിസ് മൂവി. അപ്പോൾ ഇതിൽ മ്യൂസിക്കിന് വളരെ പ്രാധാന്യം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം. കാരണം മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടാണ് പല ഏരിയാസും പോകുന്നത്.
ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഇതിൽ വിഷ്ണു ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം ഒരാൾ കാണണം. അതായത് ഇതിന് ഞാൻ പിന്നെ എനിക്കൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു, ഒരു മതപരമായിട്ട് പോവുക ഒരിക്കലുമില്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ഈ സിനിമ. ഒരു വ്യക്തിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ദാനം എന്ന് പറയുന്നത് കണ്ണായിരിക്കും. കാരണം നമുക്ക് ഒരു കണ്ണുണ്ടെങ്കിൽ പോലും, ഒരു കണ്ണില്ലെങ്കിൽ പോലും അത് ബുദ്ധിമുട്ട്. രണ്ട് കണ്ണും ഇല്ലാതാകാൻ പോകുന്ന ഒരു സിനിമയാണ് ഒരു വ്യക്തിയുടെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്നത് ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് വൺസ് അഗെയിൻ ഇതിനെന്നെ വിളിച്ചിട്ടുള്ള വിഷ്ണു, മഞ്ജു, താങ്ക് യു സോ മച്ച് മൈ ഡിയർ ബ്രദർ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ തെലുഗു സിനിമ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ മോഹൻ ബാബു സർ. 72 വയസ്സുണ്ട്, പക്ഷേ ആ സ്പിരിറ്റ് അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ അത് ഓരോ ഭാഗത്തും അദ്ദേഹം വരുന്നതും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത്, എന്തൊരു പുതിയ മ്യൂസിക് ഞാൻ ചെയ്താലും എനിക്കത് കാണണം പറഞ്ഞ് ഒരു കുട്ടികളുടെ മാതിരി വന്നിട്ട് മുമ്പിൽ വന്നിരുന്ന് കാണും. അത്രയും ഒരു സ്പിരിറ്റുള്ളൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല. ഈസ് എ ലെജൻഡ്. നമ്മുടെ ലാലേട്ടൻ്റെ മുഖത്ത് നിങ്ങൾ വരച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടോന്നറിയില്ല. ഇപ്പം ബറോസ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക്. ലാലേട്ടൻ ഇതൊരു കരണക്കാട്ടിന് മുമ്പ് വിളിച്ചിരുന്നു. സോ വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അത് ഞാൻ കുറച്ച് നേരം എടുത്തു. ദിസ് ഇസ് ഓൺലി പ്ലേസ് ഐ ക്യാൻ സ്പീക്ക് മലയാളം സോ മച്ച്. സോറി ഗൈസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ സർ. തീർച്ചയായിട്ടും ഈ ഒരു മൂവി അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബിഗ് സ്റ്റെപ്പ് ആയിരിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുന്നു. ഓൾ ദ സപ്പോർട്ട്, ഓൾ ദ ലവ് ടു എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഓഫ് ദ മൂവി കണ്ണപ്പ. ഇനി ദ മച്ച് അവൈറ്റഡ് ടോക്ക് സെഷൻ. നമ്മൾ എല്ലാവരും ഇവിടെ ഒരു പക്ഷെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിനെ കാണാനും ഇദ്ദേഹം പറയുന്നത് കേൾക്കാനായിരിക്കും. ഐ എം സോ സോറി ദാറ്റ് ഹി ഡസന്റ് അണ്ടർസ്റ്റാൻഡ് മൈ മലയാളം. ഷുവർ, ഓക്കെ, ദെൻ ദാറ്റ്സ് എ ബോണസ് പോയിന്റ് ഫോർ മീ. അപ്പോൾ നമ്മളെല്ലാവരും ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. വി ഹാവ് സീൻ ഹീറോസ് ഓൺ സ്ക്രീൻ, പക്ഷേ റിയൽ ലൈഫിലും ഒരു ഹീറോ, ഐ ഷുഡ് സേ ദാറ്റ് ഇസ് യു, എ ഹീറോ in real life too, because he's recently adopted almost 120 children and taking care of lot of people here, doing lot of charity. Adu nammal parayana karyilla, but you are such a human being, a very good human being. And the highly anticipated Kannappa movie le the Kannappa aayittu nammada munnil varunathu Vishnu Manju aanu. So let's move on to Mr. Vishnu Manju, the legend. Please sir. എല്ലാവർക്കും നമസ്കാരം. എന്നെ ക്ഷമിക്കണം, മലയാളവും കുറച്ച് അറിയാം. Should I speak in English or Tamil, which is better? நான் எனக்கு இங்கிலீஷும் கொஞ்சம் தான் வரும், எனக்கு தமிழும் கொஞ்சம், தமிழில் பிறந்து வளர்ந்தனால எனக்கு தமிழ் கொஞ்சம் பெட்டராக தெரியும் எனக்கு இங்கிலீஷோட. கொஞ்சம் தமிழ் கொஞ்சம் இங்கிலீஷ் அப்படி மேனேஜ் பண்ணி கொஞ்சம் தெலுங்கு ரெண்டும் കുറച്ച് மிக்ஸ் பண்ணி கொடுத்துருவேன். இங்க இன்னைக்கு வந்து நான் பேசுறது எனக்கு ரொம்ப பெருமையா இருக்கு, எனக்கு ரொம்ப ஹாப்பியாகவும் இருக்கு. எதுக்குன்னா எனக்கு நான் சின்னப்பத்துல இருந்து பார்த்து வளர்ந்தது மலையாளம் சினிமா, தமிழ் சினிமா, தெலுங்கு சினிமா, கன்னடா கொஞ்சம் அப்பாவோட ரொம்ப க்ளோஸ் ஃப்ரெண்ட்ஸ் அவங்க படம்லாம் பார்த்து வளர்ந்தவன் நான். அப்போல்லாம் ஹிந்தி ரொம்ப கம்மிண்ணா, இப்போ தான் காலேஜ் போயிட்ட அப்புறம் தான் ஹிந்தியில் பார்த்ததானா. வி ஆல் க்ரோ அப் ஆன் மலையாளம் சினிமா. ஒரு சீசனில் நான் நினச்சேன் இவங்க எல்லாம் நேஷ்னல் அவார்ட்ஸ் எல்லாம் மலையாளம் சினிமாவுக்கு தான் வரும், நம்ம சும்மா இந்த மசாலா மூவிஸ் எடுத்துன்னு இருக்கலான்ட்டு. இன்றைக்கும் உங்களுக்கு தெரியாமல் இருக்கலாம், தெரிஞ்சிருக்கலாம், ஆனால் மெஜாரிட்டி தெரியாது. என்னென்னா நான் வர்றது தெலுங்கு நாட்டில் இருந்து, அங்கே உங்கள் படம் ரிலீஸ் ஆகும்போது அங்கே ஆன்டிசிபேட்டடாக எல்லா படத்துக்கும் வெயிட் பண்ணிட்டு இருப்போம். நடிகனா ஃபிலிம் இண்டஸ்ட்ரி கிடையாது, ஜென்ரல் பப்ளிக்கா. இந்த ரீசன்ட் டைம்ஸில் நான் சும்மா ஒரு 4 வருஷம் இருந்தேன் நினைக்கிறேன், நான் 4 or 5 years. யாரும் வந்து நீங்கள் மலையாளம் சினிமா பார்ப்பீங்க, நான் பார்த்துன்னு இருப்பேன். நீங்கள் டிரான்ஸ்ஜெண்டர் படம் பார்த்தீங்களா? இல்லை பார்க்கல. இல்லை தெலுங்கில் டப் பண்ணியிருக்காங்க பாருங்க. ஸோ வாட் அ ஃபெனாமினல் கான்செப்ட். அந்த
தில் இருக்கிறது தம் இருக்கிறது ஒன்லி மலையாள சினிமாத்தில் தான். அது ஒரு சப்ஜெக்ட் எடுத்து அது இன்னும் ட்ரூத்ஃபுல்லாக காட்டுறது அண்ட் ஆக்செப்ட் பண்ணுற ஆடியன்ஸு இருக்கிறது முதல்ல கேரளாவில். அதுக்கப்புறம் தான் மிச்ச ஊரில் தான் இருப்பாங்க. என் ஃபர்ஸ்ட் படம் நான் நடித்த ஃபர்ஸ்ட் படம், அந்த படம் பேர் வந்து விஷ்ணு. அந்த டைரக்டர் வந்து ஷாஜி கைலாஸ் சார். அவர் பண்ணுற ஃபர்ஸ்ட் தெலுங்கு படம் கூட அதுதான். எங்கள் அப்பாவுக்கு இருக்கிற மிகப்பெரியான ஹிட்ஸ் நிறைய மூவிஸ் லால் சரோட ரீமேக்ஸ். ஸோ த association with Kerala film industry or the Kerala people are pretty deep for me. And in தெலுங்கு படத்தில் எங்கள் அப்பா இப்போத்துக்கு ஒரு 600 படம், க்ளோஸ் டு 600 மூவிஸ் நடிச்சிருக்காரு. அவர் ஹீரோவாக நடிச்சது ஒரு 150 படம் மேலே நடிச்சிருக்காரு. ஆல்மோஸ்ட் எவ்ரி மூவி அப்பா படத்தில் யேசுதாஸ் சாரோட பாட்டு இருக்கும். I want to welcome all of you from our team, Kanappa. Thank you everyone for taking time to be present here and have courage to listen to us and have time to listen to us. We are here in the sacred land of Kerala, which is also known as Parashuram Kshetra. Bhagwan Parashuram was himself a big devotee of Lord Shiva, and this movie is also about one of the biggest devotee of Lord Shiva. So we are blessed to be here. I want to thank you, my producer, a great human being, legendary actor and producer Mohan Babu sir and Vishnu Manju. They gave me a chance to direct this phenomenon subject, a phenomenon movie. I am blessed to be a part of this project. You were saying that this is my vision. Actually, this is Vishnu's vision. He wanted to make this movie since 5-7 years, and he did a lot of research. He put a lot of labor behind that movie. I came 2 years ago on board, and then it's our shared dream. So I want to give a lot of credit and most of the credit to Vishnu for conceiving the project and taking it here. This is the place of Mohanlal sir and Stephen Devasi. So I just want to share one small thing about Mohanlal sir. I was having a chat with my VFX team, and you know that he played the character of Kirata in the movie. So at one place, I told him that I think we should put some aura or glow behind him. Immediately one of the VFX guys said that, sir, we don't do any unnatural thing to put behind him. Naturally, you can feel his aura. So this is the kind of actor he is, and this is the kind of presence he has on screen. Stephen also belongs to Cochin and Kerala. I don't want to say much. When the music will come out, when the songs will come out, then you will know what he is capable of and what a brilliant music director he is. Not only about songs, even the background music, he has done a phenomenon job. So now I will complete and I will hand over to... Thank you, sir. Thank you so much. Good morning, Kochi. And thank you very much for your kind words. I have a very special relation with Kochi. I started my career, my first film called Gardish, directed by Priyadarshanji and produced by R. Mohan. And my second film, when Mohanlalji used to come on the set to meet Priyadarshanji, he offered me the first Malayalam film. So, Cochin is a very special area for me. About this film, we've done so many films in all the states, but something special comes in your life. This Kanappa is a very special moment for me. Because it's not a simple film. It's a film with a lot of love and care, which you have seen while performing, while we are there on the sets, because we can't ignore those areas where we shot this film. This film is a pure
as God is pure. So we needed a location which is as pure as God Almighty. So Mohan Babaji took all of us to New Zealand, and they found such a beautiful location over there with a lot of pain, you know. It's not easy to find things like that. So we have gone through all that experience. The moment we are on the set, we become always, all of us, we become different person. Only 10 minutes away from the hotel, we are human beings. Maybe somebody saying hello to us. The moment we wear our clothes and that makeup comes, we are totally different person. We started thinking of that we belongs to this area. The story is so wonderful. So